സിറിയയിൽ HTS വിമതസേന അധികാരം പിടിച്ചെടുത്തതോടെ സിറിയൻ പ്രസിഡന്റ് അസദ് റഷ്യയിൽ അഭയം പ്രാപിച്ചു. അതേസമയം അസദിന്റെ ഒളിച്ചോട്ടത്തിന് തൊട്ടുപിന്നാലെ സിറിയയുടെ ആയുധ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണവും നടത്തി. അതിനിടയിൽ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. ഒരു വർഷത്തിലേറെയായി മിഡിൽ ഈസ്റ്റ് പുകയുകയാണ്. ഇസ്രയേലും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഒരു വർഷത്തിലേറെയായി സംഘർഷം തുടരുന്നു. പിന്നാലെയാണ് സിറിയയിലും ആഭ്യന്തര സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് തീവ്രവാദ സംഘടനയായ HTS സിറിയയിൽ ആക്രമണം ശക്തമാക്കിയത്. വിമതരുടെ മുന്നേറ്റത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ അസദ് സർക്കാർ നിലംപതിച്ചു. അസദ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുകയും രാജ്യം വിടുകയും ചെയ്തു. റഷ്യയിലാണ് അസദ് അഭയം തേടിയതും. അസദ് രാജ്യം വിട്ടതോടെ സിറിയയിലെ സൈനിക ഡിപ്പോകൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണ പരമ്പരകൾ തന്നെ നടത്തി. സൈനിക ഡിപ്പോകളെ ലക്ഷ്യമിട്ട് ഇത്രയും കൃത്യമായി ആക്രമണങ്ങൾ നടത്താൻ ഇസ്രയേലിന് എങ്ങനെ കഴിഞ്ഞുവെന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് സിറിയയുടെ മുൻ പ്രസിഡന്റ് ബഷർ അൽ അസദ് സ്വന്തം രാജ്യത്തിന്റെ സൈനിക രഹസ്യങ്ങൾ ഇസ്രയേലിന് നൽകിയതായി തുർക്കിയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രയേലിന് ഇത്രയും കൃത്യമായി ആക്രമണം നടത്താൻ സാധിച്ചത് തങ്ങളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ അസദ് നൽകിയതിനാലാണ്. വിമതസേന മുന്നേറിയതോടെ രാജ്യം വിടാൻ അസദ് തീരുമാനിക്കുകയായിരുന്നു. രാജ്യം വിടുമ്പോൾ തന്റെ വിമാനം ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിടുമെന്ന് ഭയന്ന് സുരക്ഷിതമായി രക്ഷപ്പെടാൻ രാജ്യത്തിന്റെ സൈനിക രഹസ്യങ്ങൾ അസദ് ഇസ്രയേലിന് നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകർ അബ്ദുൽ ഖാദർ ഒരു തുർക്കി പത്രത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ആയുധ ഡിപ്പോകൾ, മിസൈൽ സംവിധാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയുടെ സ്ഥാനം സംബന്ധിച്ച് രക്ഷപ്പെടുമ്പോൾ തന്റെ വിമാനം ആക്രമിക്കപ്പെടാതിരിക്കാനാണ് അസദ് ഈ വിവരങ്ങൾ പങ്കുവച്ചതും. അസദ് സിറിയയിൽ നിന്ന് പലായനം ചെയ്തത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഉപദേശകർക്ക് പോലും അറിവില്ലായിരുന്നു. തന്റെയും കുടുംബത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കാൻ അസദ് ചില തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനിടെ സിറിയൻ അതിർത്തിയിലെ ബഫർ സോണിൽ നിന്ന് സൈന്യത്തെ തൽക്കാലം പിൻവലിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഗോലാൻ കുന്നുകളോട് ചേർന്ന ബഫർ സോണിൽ നിന്ന് സൈന്യത്തെ പെട്ടെന്ന് പിൻവലിക്കണമെന്ന ആവശ്യം നെതന്യാഹു തള്ളി. ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ബദൽ സംവിധാനം വരുന്നതുവരെ സിറിയൻ പ്രദേശത്ത് സൈന്യം തുടരുമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ബഫർ സോണിൽ നിന്ന് സേന ഉടൻ പിന്മാറണമെന്ന് അറബ് രാജ്യങ്ങളും തുർക്കിയും ആവശ്യപ്പെട്ടിരുന്നു.